അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലയാണ് തൗഹീദ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ജീവനാണ് തൗഹീദ്. ഇസ്ലാമിൻ്റെ അടിവേരാണ് തൗഹീദ്. അഥവാ ജീവൻ നഷ്ടമായാൽ, അടിത്തറ തകർന്നാൽ, അടിവേര് പൊട്ടിയാൽ അതോടുകൂടി എല്ലാം തകർന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, മൽ മൂജിബത്താനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യമേതാണ്? നരകം നിർബന്ധമാക്കുന്ന കാര്യവുമേതാണ്? പ്രവാചക മറുപടി, മൻ മാത യുശ്രികു ബില്ലാഹി ശൈഅ ദഖല അന്നാർ വമൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ ദഖലൽ ജന്ന. അല്ലാഹുവിൽ വല്ലതും പങ്കു ചേർത്തുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. പടച്ച റബ്ബിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെയാണ് വല്ലവനും മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലും പ്രവേശിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അഥവാ തൗഹീദ് സ്വർഗം നിർബന്ധമാക്കുന്നു, അതിന് വിപരീതമായ ശിർക്ക് നരകത്തെയും നിർബന്ധമാക്കുന്നു. എങ്കിൽ എന്താണ് തൗഹീദ്? ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബു തൗഹീദ് എന്ന ഒരു അധ്യായം തന്നെ പ്രത്യേകമായി നൽകിയത് കാണാൻ കഴിയും. ആ ഒരു ഹെഡിങ്ങിനെ വിശദീകരിച്ചുകൊണ്ട് ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ എന്താണ് തൗഹീദ് എന്ന് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്നു, വമഅനാ വഹ്ദത്തുല്ലാഹ തആല ഇഅ്തഖത്തുഹു മുൻഫരിദൻ ബിദാതിഹി വസിഫാതിഹി ലാ നദീറ ലഹു വലാ ശബീഹ്. അല്ലാഹു തആല ഏകനാണ് അവന്റെ സത്തയിൽ, അവന്റെ വിശേഷണങ്ങളിൽ, അവന്റെ അധികാരങ്ങളിൽ, നിയന്ത്രണങ്ങളിൽ, എല്ലാത്തിലും അവൻ ഏകനാണ്, ഏതൊരു പങ്കുകാരുമില്ല എന്നർത്ഥം. അദ്ദേഹം വീണ്ടും തുടരുന്നു, ഫഹുവ വാഹിദുൻ ഫീ ദാതിഹി ലാ ഇൻഖിസാമ ല, അവൻ സത്തയിൽ ഏകനാണ്, അതോടൊപ്പം വഫീ സിഫാതിഹി ലാ ശബീഹ ല, അവന്റെ വിശേഷണങ്ങളിൽ അവൻ ഏകനാണ്, അവനോട് തുല്യപ്പെടുന്ന സാദൃശ്യപ്പെടുന്ന ആരും തന്നെ ഇല്ല. വഫീ ഇലാഹിയതിഹി വമുൽകിഹി വതദ്ബീരിഹി, അവന്റെ ദിവ്യത്വത്തിൽ, അവന്റെ അധികാരങ്ങളിൽ, അവന്റെ നിയന്ത്രണാധികാരങ്ങളിൽ എല്ലാത്തിലും അവൻ ഏകനാണ്. ലാ ശരീക ല, അവന് യാതൊരു പങ്കുകാരുമില്ല. വലാ റബ്ബ സിവാ വലാ ഖാലിഖ ഗൈറുഹു, അവനല്ലാതെ ഒരു റബ്ബില്ല, അവനല്ലാതെ ഒരു സൃഷ്ടാവില്ല, അവനല്ലാതെ ഒരു ഇലാഹില്ല എന്നർത്ഥം. ഈ ഒരു തൗഹീദിലേക്കാണ് ലോകത്ത് നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തെ ക്ഷണിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ആരാധ്യനില്ലെന്നും അതിനാൽ എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്നുമുള്ള ബോധനം നൽകിക്കൊണ്ടല്ലാതെ ഒരൊറ്റ പ്രവാചകനെ എനിക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. സൂറത്ത് അഅറാഫിലെ വ്യത്യസ്തങ്ങളായ വചനങ്ങളിലൂടെ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഹൂദ് നബിയെയും സ്വാലിഹ് നബിയെയും ശുഐബ് നബിയെയും അലൈഹിമുസ്സലാം ഓരോ പ്രവാചകന്മാരെയും പ്രത്യേകം പ്രത്യേകം പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അവരൊക്കെ ഇതേ ആശയം പഠിപ്പിച്ചതായി ഖുർആൻ എടുത്തു കാണിക്കുന്നു. യാ ഖൗമി ഉബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്റെ സമൂഹമേ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ഒരു ആരാധ്യൻ നിങ്ങൾക്കില്ല എന്നാണ് ആ പ്രവാചകന്മാർ അഖിലവും സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതായും സൂറത്ത് അഅറാഫിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. അതുതന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുവെന്ന് പ്രവാചകൻ തന്നെ എടുത്തു പറയുന്നു. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും ഈ സമൂഹത്തോട് ആഹ്വാനം ചെയ്തതിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും അഫ്ളലായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്നും അവൻ ഏകനാണ് എന്നും അവന് പങ്കുകാരില്ല എന്നുമുള്ള യാഥാർത്ഥ്യമാണ്, സത്യമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഈ സമൂഹം ആ തൗഹീദിൽ നിന്ന്, ആ സത്യപാതയിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് വഹയി അടിസ്ഥാനത്തിൽ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. വ്യത്യസ്തങ്ങളായ വചനങ്ങളിൽ, ഹദീസുകളിൽ പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നു
ഈ സമുദായം വിഗ്രഹാരാധനയിലേക്ക്, ബഹുദൈവാരാധനയിലേക്ക് ഈ സമുദായം തിരിച്ചു പോകുമെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഹദീസിൽ കാണാം, ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ, രാവും പകലും ഇല്ലാതാവുകയില്ല, അഥവാ ലോകം അവസാനിക്കുകയില്ല. ഹത്താ തുഅബദൽ ലാത്ത് വൽ ഉസ്സ, ലാത്തയും ഉസ്സയും വീണ്ടും ആരാധിക്കപ്പെട്ടിട്ടല്ലാതെ ഈ സമുദായത്തിൽ നിന്ന് ഈ ലോകത്തിന് അന്ത്യമുണ്ടാവുകയില്ല എന്ന് ആ ഒരു ഹദീസ് പഠിപ്പിക്കുമ്പോൾ, മറ്റൊരു ഹദീസിൽ പ്രവാചകർ പറയുന്നു, ലാ തഖൂമുസ് സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ വഹത്താ യഅബുദു അൽ ഔസാൻ. ഇമാം തിർമിദി മറ്റും ഉദ്ധരിക്കുന്ന സ്വീകാര്യയോഗ്യമായ വചനമാണ്. ഖിയാമത്ത് സംഭവിക്കയില്ല, ലോകം അവസാനിക്കയില്ല, എൻ്റെ സമുദായത്തിലെ ചില വിഭാഗങ്ങൾ ബഹുദൈവാരാധകരോട് ചേരുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്തിട്ടല്ലാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സമാന ആശയമുള്ള ധാരാളം ഹദീസുകൾ ഇവിഷയമായി പ്രവാചകർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഈ സമുദായത്തെ നോക്കിക്കൊണ്ട് പ്രവാചകർ സ്വഹാബത്തോട് പറഞ്ഞ ചില വചനങ്ങൾ കാണാം. നിങ്ങളിൽ ശിർക്ക് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പ്രവാചകർ പറഞ്ഞ ചില വചനങ്ങൾ ഇന്ന് ചില ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന് ശിർക്കുണ്ടാവില്ല എന്ന നിർഭയത്വമാണ് പലരും ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഉമ്മത്ത് ഒട്ടും ശിർക്ക് ചെയ്യില്ല എന്നല്ല ആ ഹദീസിന്റെ ആശയം. നേരെ മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ച ആ വചനങ്ങൾ ആശയം എന്താണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഉദാഹരണമായി ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഐ അലാ മജ്മുഇകും, ഈ ഉമ്മത്ത് ഒന്നിച്ച് മുസ്ലിം സമുദായം മുഴുവനായും ശിർക്കിലേക്ക് പോകുകയില്ല എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യമെന്നാണ്. ലിഅന്ന ദാലിക ഖദ് വഖഅ മിനൽ ബഅദി, കാരണം ഈ ഉമ്മത്തിലെ ചിലരിൽ നിന്ന് ആ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞു. അഅദനല്ലാഹു തആല മിൻഹാ, അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ എന്ന് ഹിജ്റ 800കളിൽ ജീവിച്ച ഇമാം അസ്ഖലാനി റഹിമഹുല്ലാ അന്നത്തെ സമുദായത്തിൽ ശിർക്ക് സംഭവിച്ചുവെന്ന് രേഖപ്പെടുത്തി വെച്ചുവെങ്കിൽ അദ്ദേഹം തന്നെ അതേ ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മറ്റു സ്ഥലത്ത് പറയുന്നു, ഈ ഉമ്മത്ത് ശിർക്കിലേക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു താല്പര്യം, ഇന്ന ബഅദ ഹാദിഹിൽ ഉമ്മ യബ്ഖാ അലൽ ഹഖി, ഈ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകളെങ്കിലും, ഒരു കൊച്ചു സംഘമെങ്കിലും ഹക്കിന്റെ വഴിയിൽ നിലകൊള്ളുമെന്നാണ് ഹദീസിന്റെ അർത്ഥം. ഉമ്മത്തൊന്നാകെ ശിർക്കിലേക്ക് പോകുകയില്ല, ഒരു കൊച്ചു സംഘമെങ്കിലും ഹക്കിന്റെ വഴിയിൽ, തൗഹീദിന്റെ വഴിയിൽ നിലനിൽക്കുമെന്നാണ് ഈ ഹദീസിലൂടെ പ്രവാചകർ പഠിപ്പിക്കുന്നത് എന്നാണ് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അവരൊക്കെ നമ്മെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത്. പ്രവാചകൻ എന്താണോ പേടിച്ചത്, എന്താണോ സംഭവിക്കുമെന്ന് പറഞ്ഞത്, അത് തന്നെ ഈ സമുദായത്തിൽ പിന്നീട് സംഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഈ സമുദായം ബഹുദൈവാരാധനയിലേക്ക്, ശിർക്കിന്റെ വഴിയിലേക്ക് ഈ സമുദായം പോകുന്നതാണ്, അല്ല സമുദായത്തെ കൊണ്ടുപോകുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. തുടക്കമിട്ടത് ഷിയാക്കളായിരുന്നു. പല വ്യക്തികൾക്കും അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട്, പല വ്യക്തികളിലും ദൈവികമായ അംശമുണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് അവരൊക്കെ എന്തോ ചില ദൈവികമായ സിദ്ധിയുള്ളവരായി, എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, സഹായിക്കുന്ന, പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമേകുന്ന വ്യക്തികളായി പല വ്യക്തികളെയും പരിചയപ്പെടുത്തി കൊണ്ടുവന്ന തുടക്കമിട്ടത് ഷിയാക്കളായിരുന്നു. പിന്നീട് ആ ഷിയാക്കളിൽ നിന്ന് സൂഫികളാണ് അത് ഏറ്റെടുത്തത്. തസവുഫ്, ത്വരീഖത്ത് എന്ന പേരിൽ നമ്മുടെ നാട്ടിലും 100,000 ത്വരീഖത്തിലൂടെ ഈ ശിർക്കിന്റെ പ്രചാരണം നമ്മുടെ നാട്ടിലും എത്തിയെന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ തസവുഫിനെ, ആ ത്വരീഖത്തുകളെ സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടന ഏറ്റെടുക്കുക വഴി സർവ്വ ശിർക്കുകളുടെയും ബിദ്അത്തുകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പ്രചാരണം ഈ സമൂഹത്തിലും എളുപ്പത്തിലായി എന്നതാണ് യാഥാർത്ഥ്യമെന്ന് കാണാൻ സാധിക്കും. അതുവഴി തൗഹീദിന്റെ സവിശേഷമായി, തൗഹീദിന്റെ ഇനങ്ങളായി നാം നേരത്തെ കേട്ട ഇമാം അസ്ഖലാനി പറഞ്ഞ ഏതൊക്കെ അംശങ്ങളുണ്ടോ ആ വകയിലൊക്കെ തന്നെയും അബദ്ധങ്ങൾ സംഭവിക്കുന്നതാണ് പിന്നീട് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൗഹീദിന്റെ ഏതൊക്കെ ഇനങ്ങൾ അവിടെ പഠിപ്പിച്ചുവോ അവിടെയൊക്കെ റഹ്മാനായ റബ്ബിന് തുല്യന്മാരെ, പങ്കുകാരെ, സമന്മാരെ സ്ഥാപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. റഹ്മാനായ റബ്ബിനെ കുറിച്ച് പറയാവതല്ല എന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തന്നു. അതേസമയം റഹ്മാനായ റബ്ബിന്റെ കൈ, മുഖം, പാദം, ഇറക്കം തുടങ്ങിയ പ്രയോഗങ്ങൾ പ്രമാണങ്ങളിൽ വന്നതായി കാണാൻ സാധിക്കുന്നു. അതൊക്കെ അള്ളാഹുവിന്റെ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്, അവയവങ്ങളല്ല എന്നാണ് അഹ്ലുസുന്ന അവയെക്കുറിച്ച് നൽകിയ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
രണ്ടാമതായി തൗഹീദിന്റെ വശങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടത് വഫീ സിഫാത്തിഹി ലാ ശബീഹ ലഹു, അവന്റെ സിഫത്തുകളിൽ, അവന്റെ വിശേഷണങ്ങളിൽ അവൻ ഏകനാണ്, അവനോട് തുല്യമാകുന്ന ആരുമില്ല എന്നാണല്ലോ. എന്നാൽ ആ റഹ്മാനായ റബ്ബിന്റെ വിശേഷണങ്ങൾ റബ്ബല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുന്ന പ്രഭാഷണങ്ങളും എഴുത്തുകളും നമ്മുടെ നാടുകളിൽ ഇന്ന് വ്യാപകമായി വന്നു. ഉദാഹരണമായി സുന്നത്ത് ജമാഅത്ത് എന്ന് പേരിട്ട് പരിചയപ്പെടുത്തിയ ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ 21-ാമത്തെ പേജിൽ ഒരു സഖാഫി വ്യക്തമായി എഴുതി വെച്ചു, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ബാഹ്യമായി സൃഷ്ടികൾക്ക് നൽകിയാൽ ശിർക്ക് സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ബാഹ്യമായി സൃഷ്ടികൾക്ക് നൽകിയാൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്നവരെ പച്ചയായി മലയാളത്തിൽ എഴുതി വെക്കുന്ന അവസ്ഥയിലേക്ക് ഈ കേരളത്തിൽ പോലും ഇന്നുണ്ടായി എന്നുള്ളത് എത്രമാത്രം ശിർക്ക് ഈ സമുദായത്തിൽ വ്യാപകമായി എന്നതിന്റെ മകുടോദാഹരണമാണ്. മാത്രവുമല്ല, മഹാന്മാരായ ആളുകൾ അള്ളാഹു ചെയ്യുന്നതൊക്കെ ചെയ്യുമെന്ന്, അള്ളാഹു കാണുന്നതൊക്കെ കാണുമെന്ന്, അള്ളാഹു പ്രവർത്തിക്കുന്ന, അവൻ ചെയ്യുന്ന എല്ലാം ചെയ്യുന്നവരാണ്, എല്ലാം ചെയ്യാൻ കഴിയുന്നവരാണ് എന്നുവരെയുള്ള പ്രഭാഷണങ്ങൾ പോലും സമൂഹത്തിലുണ്ടായി. ഒരു ചെറിയ സംസാരം സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ചില ആളുകൾക്കൊരു വിശ്വാസമുണ്ട്, അള്ളാഹ് അറിയണതൊക്കെ അറിയടോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. അള്ളാഹ് അറിയണ അള്ളാഹ്ക്ക് യാതൊരു നിലക്കുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. അള്ളാഹു അറിയുന്നതൊക്കെ അറിയുമെന്നാണ് പറഞ്ഞത്. അള്ളാഹു അറിയുന്നതെല്ലാം മഹാന്മാർ അറിയുമത്രേ, പക്ഷെ അള്ളാഹു അറിയും പോലെ അറിയുകയില്ല എന്ന് വിശ്വസിച്ചാൽ മതി എന്നാണ് ജിഫ്തി മുത്തുക്കോയ തങ്ങൾ തന്നെ പ്രഖ്യാപിച്ചത്. അതേസമയം CM മടവൂരിന്റെ പേരിലിറക്കിയ CM സ്മരണയിൽ വ്യക്തമായി ആ വശവും തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്തു. അള്ളാഹു കാണും പോലെ കാണും, അവൻ കേൾക്കും പോലെ കേൾക്കും, അവൻ പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്ന് റഹ്മാനായ റബ്ബിന്റെ വിശേഷണങ്ങൾ അതേപടി സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മൂന്നാമതായി ഫത്ഹുൽ ബാരി എണ്ണി പറഞ്ഞത് വഫീ ഇലാഹിയതിഹി വമുൽകിഹി വതദ്ബീരിഹി ലാ ശരീക ലഹു, ഇലാഹാവുക എന്നതിൽ അല്ലാഹ് ഏകനാണ്, അവന്റെ അധികാരങ്ങളിൽ അവൻ ഏകനാണ്, എല്ലാത്തിനും നിയന്ത്രണങ്ങളിൽ അല്ലാഹു തആല ഏകനാണ്. ലാ ശരീക ല, അവന് യാതൊരു പങ്കുകാരുമില്ല. അഥവാ ഇലാഹ് അല്ലാഹു മാത്രം, മാലിക് ആധിപത്യമുള്ളവൻ അല്ലാഹു തആല മാത്രം, മുദബ്ബിർ എല്ലാം നിയന്ത്രിക്കുന്ന തദ്ബീറുള്ളവൻ അല്ലാഹു തആല മാത്രം. ലാ ശരീക ല, അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ ഇമാം അസ്ഖലാനി രേഖപ്പെടുത്തിയ തൗഹീദിന്റെ കാതൽ, അതിൽ നിന്ന് സമുദായത്തെ അട്ടിമറിക്കുകയും അല്ലാഹു അല്ലാത്തവർ ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്ന് കാലങ്ങളായി സൂഫികൾ പരിചയപ്പെടുത്തിയ ആ ആശയം ഇന്ന് നമ്മുടെ നാട്ടിൽ മലയാള ഭാഷയിൽ പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും വരെ മടിയില്ലാത്ത അവസ്ഥയിലേക്ക് സാഹചര്യം എത്തി. CM മടവൂർ എന്ന് പറയുന്ന ഈ ജില്ലയിൽ മറപെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് ലോകത്തിന് നിയന്ത്രണമെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് പ്രസംഗിക്കുന്ന അവസ്ഥയിലേക്ക് സാഹചര്യം എത്തി. അത്തരം സംസാരം സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. സർവ അധികാരങ്ങളും അതിനുള്ള തസ്രീഫാത്തുകൾ, ക്രയവിക്രയാധികാരങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. വിശ്വസിച്ചോളണം, വിശ്വസിച്ചോളണം. കണ്ടോ, അത് വിശ്വസിച്ചോളം എന്നാ പ്രഖ്യാപിച്ചത്. സർവ്വധികാരങ്ങളും സർവ്വ നിയന്ത്രണങ്ങളും തസറുഫാത്തുകൾ, കൈകാര്യാധികാരങ്ങൾ എല്ലാം ശൈഖുനാക്ക് നൽകിയെന്ന് വിശ്വസിച്ചോളണമെന്ന് പറയുന്നിടത്തേക്ക് ഇന്ന് ഈ ഉമ്മത്തിന്റെ വിശ്വാസം തകർക്കാനുള്ള ശ്രമങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കുത്തുബ് എന്ന പേരിലും, കുത്തുബ് സമാൻ എന്ന പേരിലും, ഗൗസുൽ അഅ്ലം എന്ന പേരിലും, കുത്തുബുൽ അഖ്താബ് എന്ന പേരിലും, അഗ്യാസും നുഖബാഉം നുജബാഉം ഔതാദും എന്നുള്ള വ്യത്യസ്തമായ ഓമന പേരിട്ടുകൊണ്ട് ഈ ശരീകുമാരെ, പങ്കുകാരെ പ്രചരിപ്പിക്കാനാണ് ഇവിടെ പൗരോഹിത്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് മാലപ്പാട്ടുകളിൽ ഉള്ളത്, അത് തന്നെയാണ് മൗലിദിലും കുത്തുബിയത്തിലും ഹദ്ദാദടക്കമുള്ള വ്യത്യസ്തങ്ങളായ പദ്യങ്ങളിലും ഗദ്യങ്ങളിലും പദ്യഗദ്യ സമ്മിശ്രമായവയെല്ലാം ഉൾക്കൊള്ളുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങ് റബ്ബല്ലാത്തവരേക്ക്, അവന്റെ പടപ്പുകൾക്ക് റബ്ബിന്റെ വിശേഷങ്ങൾ എല്ലാം വകവെച്ചു കൊടുക്കാൻ നിമിത്തമായത് കൊടുത്ത കഴിവ് എന്ന വിശ്വാസമാണ്. അല്ലാഹു തആല അവർക്കെല്ലാം യഥേഷ്ടമുള്ള കഴിവ് നൽകിയെന്നും അഭൗതികമായ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകൾ അല്ലാഹു തആലാക്ക് മാത്രമല്ലെന്നും റബ്ബല്ലാത്തവർക്ക് കൂടി കഴിവുണ്ട് എന്നുമുള്ള വിശ്വാസം ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു. സഹോദരങ്ങളെ, ആ ഒരു കഴിവ് വ്യവസ്ഥകൾക്ക് അതീതമായ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതിക മാർഗത്തിലുള്ള കഴിവ് അല്ലാഹു തആല
ആർക്കെങ്കിലും നൽകുമോ? ഒരിക്കലുമില്ല. കാരണം അങ്ങനെ ഒരു കഴിവ്, അഭൗതികമായ കഴിവ് അല്ലാഹു അല്ലാത്തവർക്ക് അല്ലാഹു നൽകി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അല്ലാഹു തആല സ്വയം ഒരു പങ്കുകാരനെ, സ്വയം ഒരു ശരീക്കിനെ അവൻ സ്വീകരിച്ചുവെന്നല്ലേ? നഊദു ബില്ലാഹ്, അതൊരിക്കലും ഉണ്ടാവുകയില്ല. ഇസ്ലാം അടിസ്ഥാനമായി പരിചയപ്പെടുത്തിയത് അഭൗതികമായ കഴിവ് അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അല്ലാഹു തആലക്ക് മാത്രമാണ് എന്നതാണ്. ബാക്കി ഏതു സൃഷ്ടികളും തന്നെ ആ സൃഷ്ടികൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ച വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ പ്രകാരം, ആ വ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ട്, ആ കാരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവ കാര്യം നേടുക എന്ന സിസ്റ്റമാണ് അല്ലാഹു തആല മുഴുവൻ സൃഷ്ടികൾക്കും ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. അഥവാ വിശപ്പ് മാറണമോ? റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥയാണ് ഭക്ഷണം കഴിക്കുക. ദാഹം ശമിക്കണമോ? അല്ല നിശ്ചയിച്ച വ്യവസ്ഥയാണ് വെള്ളം കുടിക്കുക. രോഗം സുഖപ്പെടണമോ? അല്ല നിശ്ചയിച്ച വ്യവസ്ഥയാണ് ചികിത്സിക്കുക. ഇങ്ങനെ തുടങ്ങി ഏതു കാര്യത്തിനും അല്ലാഹു നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ മാത്രമാണ് ഏത് സൃഷ്ടിക്കും കഴിയുക. പ്രവാചകന്മാർക്കും അതേ കഴിയൂ, മഹാന്മാർക്കും അതേ കഴിയൂ, മലക്കുകൾക്കും അതേ കഴിയൂ, ജിന്നുകൾക്കും അതേ കഴിയൂ. ഏതു മനുഷ്യനും അത് മാത്രമേ കഴിയൂ. ഏതൊക്കെ സൃഷ്ടിയുണ്ടോ എല്ലാ സൃഷ്ടികൾക്കും ഈ വ്യവസ്ഥ ബാധകമാണ്. ആ സൃഷ്ടിക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ മാത്രമേ മുഴുവൻ സൃഷ്ടികൾക്കും സാധിക്കുകയുള്ളൂ. അതിനെയാണ് അസ്സബബുൽ മുസബ്ബബാത്ത്, കാര്യകാരണ ബന്ധങ്ങൾ എന്ന് മുൻഗാമികൾ പരിചയപ്പെടുത്തിയത്. അതിനെ തന്നെയാണ് മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ കഴിയാത്ത കാര്യമെന്ന ആ പ്രയോഗം മുൻഗാമികളായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ അത്തരം കഴിവുകൾ മുഴുവനും അസ്ബാബുകൾക്കതീതമായ, വ്യവസ്ഥകൾക്കതീതമായ മുഴുവൻ കഴിവുകളും മുസബ്ബിബുൽ അസ്ബാബായ അല്ലാഹു തആലാക്ക് മാത്രമാണ്. വ്യവസ്ഥകളെ ആരാണോ വ്യവസ്ഥയായി നിശ്ചയിച്ചവൻ അവന് മാത്രമേ ഈ വ്യവസ്ഥകൾക്കതീതമായി കാര്യം നടപ്പാക്കാൻ സാധിക്കുമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഇത് തന്നെയാണ് മുൻകാല മുജാഹിദ് പണ്ഡിതന്മാർ അഖിലവും അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി വിശദമായി രേഖപ്പെടുത്തി വെച്ചത്. കെ എം മൗലവി റഹിമഹുള്ള മുതൽ, അതേപോലെ വക്കം മൗലവി മുതൽ, പി അബ്ദുൽ ഖാദർ മൗലവി മുതൽ, കെ കുഞ്ഞീദ് മദനി മുതൽ, പി കെ മൂസ മൗലവി മുതൽ, മുഹമ്മദ് അമാനി മൗലവി മുതൽ, ഉമർ മൗലവി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ മുജാഹിദ് പണ്ഡിതന്മാരുടെയും ഗ്രന്ഥങ്ങളുടെ കണ്ണോടിച്ചാൽ അവരൊക്കെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യമാണ് അദൃശ്യമായ കഴിവുകൾ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകൾ അല്ലാഹു തആലാക്ക് മാത്രമാണ് എന്ന്. ഉദാഹരണമായി കെ കുഞ്ഞീദ് മദനി എഴുതിയ ഒരു വാചകം ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നു, അല്ലാഹു തആല അല്ലാത്തവർക്ക് അത്തരം കഴിവുണ്ടോ? അദ്ദേഹം പറയട്ടെ. അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് അഭൗതികമായ കഴിവുകൾ, അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും എടുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അല്ലാഹുവിനെ മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല എന്നാണ്. അഭൗതികമായ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ വഴിയിൽ ഗുണം വരുത്താൻ, ദോഷം വരുത്താനുള്ള കഴിവ് അല്ലാഹു തആലാക്ക് മാത്രമേയുള്ളൂ. അവന്റെ സൃഷ്ടികളിൽ ആർക്കും ആ കഴിവില്ല. ഇതേ ആശയം തന്നെ കെ എം മൗലവിയുടെ അദ്ദുആ വൽ ഇബാദയിൽ നമുക്ക് കാണാം. അതേ ആശയം തന്നെ പി കെ മൂസ മൗലവി രേഖപ്പെടുത്തിയതായി കാണാം. അതേ ആശയം തന്നെ മുഹമ്മദ് അമാനി മൗലവി വിശുദ്ധ ഖുർആൻ പരിഭാഷയിൽ ധാരാളം സ്ഥലങ്ങളിൽ വിവരിച്ചതായി കാണാം. ധാരാളം പണ്ഡിതന്മാർ എല്ലാവരും ഇതേ ആശയം തന്നെ രേഖപ്പെടുത്തി വെച്ചു. ഇത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നും സ്വീകരിക്കുന്ന നയനിലപാട്. 2007 ഫെബ്രുവരി മാസത്തെ വിചിന്തനം വാരികയിൽ അത് വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ജിന്നുകളാവട്ടെ മലക്കുകളാവട്ടെ അവക്കെല്ലാമുള്ള കഴിവ് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവയെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. അന്നും ഇന്നും എന്നും ഇതാണ് മുജാഹിദുകളുടെ നിലപാട് എന്ന് 2007 ഫെബ്രുവരിയിലെ വിചിന്തനം വാരികയിൽ വ്യക്തമായി എഴുതിയെങ്കിൽ അതെ, അത് തന്നെയാണ് ഇന്നും മുജാഹിദുകളുടെ നിലപാട്. ഇൻഷാ അല്ലാഹ് അത് തന്നെയായിരിക്കും എന്നും മുജാഹിദുകളുടെ നിലപാട്. വ്യവസ്ഥകൾക്കതീതമായ കഴിവ് ഒരു സൃഷ്ടിക്കുമില്ല, ഒരു പടപ്പിനുമില്ല. റഹ്മാനായ റബ്ബിന് മാത്രമാണ് ആ കഴിവുള്ളത്. എന്നാൽ അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന, കാര്യകാരണങ്ങൾക്ക് അതീതമായ കഴിവുണ്ട് എന്ന വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ സ്വാഭാവികമായും രണ്ടുതരം വ്യതിയാനങ്ങളാണ് അതിന്റെ ഭാഗമായി സമൂഹത്തിൽ ഉണ്ടായത്. ഒന്ന്, അഭൗതികമായ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ
കഴിവുകൾ അള്ളാഹുവിന് മാത്രമല്ലെന്നും അവ പ്രവാചകന്മാർക്കുണ്ട്, മഹാത്മാക്കൾക്കുണ്ട്, ജിന്നുകൾക്കുണ്ട്, മലക്കുകൾക്കുണ്ട്, ഏത് സൃഷ്ടികൾക്കും ഉണ്ടാകാമെന്ന തലതിരിഞ്ഞ ഇസ്ലാമിന് അന്യമായ വാദം ഇവിടെ സ്വാഭാവികമായും പുരോഹിതന്മാർ കൊണ്ടുവന്നു. അതിനാൽ അവരൊക്കെ സഹായിക്കുമെന്നും അവരൊക്കെ സഹായമർത്ഥിക്കാമെന്നും ഏത് സൃഷ്ടിയോടും തേടാമെന്നും ആ തേട്ടമൊന്നും ശിർക്കല്ല എന്നും സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഇലാഹാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ, സട്ടാവാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ ആ തേട്ടമൊന്നും ശിർക്കാവുകയില്ല എന്ന ഒരു പുത്തൻ വ്യാഖ്യാനം അഹ്ലുസുന്നയുടെ മുൻകാല പണ്ഡിതന്മാരിൽ ഒരാളും പഠിപ്പിച്ചിട്ടില്ലാത്ത ശിർക്കിന് പുതിയ നിർവചനം അവർ കൊണ്ടുവരികയും സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂവെന്ന ലോകത്തിന്നേ വരെ അഹ്ലുസുന്നയുടെ ആധികാരികരായ ഒരു പണ്ഡിതനും പറയാത്ത ഒരു പുതിയ വ്യാഖ്യാനം കൊണ്ടുവരികയും റബ്ബല്ലാത്തവർക്ക് കാര്യകാല ബന്ധങ്ങൾക്കെതിരമായ കഴിവുണ്ട് എന്ന തലതിരിഞ്ഞ ഇസ്ലാമിന്യമായ വാദം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. അതിന്റെ ദുരന്തം എന്താണ്? രോഗം മാറ്റുന്ന മഹാന്മാർ എന്ന പേരിൽ ലോകത്ത് പലരും പരിചയപ്പെടുത്തപ്പെട്ടു. മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന മഹാന്മാർ എന്ന പേരിൽ പലരെയും പരിചയപ്പെടുത്തപ്പെട്ടു. എല്ലാം നിയന്ത്രിക്കുന്നവരായി മഹാന്മാർ ഇവിടെ ഉണ്ടെന്ന വിശ്വാസം പ്രചരിപ്പിക്കപ്പെട്ടു. എല്ലാ ഖൈറുകളും എല്ലാ നിഅമത്തുകളും പല മഹാന്മാരിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന്, ദുനിയാവും ആഖിറവും നൽകുന്നത് മഹാന്മാരാണ് എന്ന് കഴിഞ്ഞില്ല ലൗഹുൽ മഹ്ഫൂദ് വായിക്കുന്ന മഹാന്മാരായി പലരെയും പരിചയപ്പെടുത്തി. സന്താനമില്ലാത്തവർക്ക് സന്താനത്തെ നൽകുന്നവർ, ആണിനെ പെണ്ണാക്കുന്നവർ, പെണ്ണിനെ ആണാക്കുന്നവർ, മരിച്ചവരെ ജീവിപ്പിക്കുന്നവർ തുടങ്ങി എന്തും ഏതും ചെയ്യാൻ കഴിയുന്ന അവസാനം മുദബ്ബിറുൽ ആലം എന്ന, ഖുത്ബുൽ ആലം എന്ന, ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്ന ആ പേരുവരെ ഒരു മനുഷ്യനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നിടത്തേക്ക് ഈ മുസ്ലിം ഉമ്മത്തെത്തി. ഒന്നാമത്തെ ദുരന്തമാണ് സഹോദരങ്ങളെ അഭൗതികമായ കഴിവ്, കാര്യകാല ബന്ധങ്ങൾക്കെതിരമായ കഴിവ് റബ്ബല്ലാത്തവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അപകടമാണത്. രണ്ടാമത്തെ വ്യതിയാനം എന്താണെന്നോ, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതികമായ കഴിവ് എന്നതൊരു പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായത് എന്ന ഒരു പുതിയ വ്യാഖ്യാനം കൊണ്ടുവന്നു. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായതെല്ലാം അഭൗതികമാണ് എന്ന ഒരു പുത്തൻ വിശദീകരണം കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ സി.എൻ. അഹമ്മദ് മൗലവിയും ചേകന്നൂർ മൗലവിയുമൊക്കെയാണ് അതിന്റെ തുടക്കക്കാരായി കേരളത്തിൽ അറിയപ്പെടുന്നവർ. അത് പിന്നീട് അബ്ദുസ്സലാം സുല്ലമിലൂടെ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു. അങ്ങനെ അതിന്റെ ഭാഗമായി ഉണ്ടായ ദുരന്തം എന്താണ് എന്നോ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ ജിന്നും മലക്കുമൊക്കെ അഭൗതികമാണ് എന്ന ഒരു പുതിയ വ്യാഖ്യാനം വന്നു. അതിനാൽ അവ മനുഷ്യജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഇടപെടുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണെന്ന് വന്നു. കാരണം അല്ലാഹു അല്ലാത്തവർ കാര്യകാല ബന്ധങ്ങൾക്കതീതമായി ഇടപെടുമെന്നല്ലേ അപ്പതിനർത്ഥമെന്നാണ് അവർ ന്യായമായും ചോദിച്ചത്. അങ്ങനെ ഇടപെടില്ല എന്ന് വാദിക്കുകയും ഇടപെടുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണെന്ന് പറയുകയും ഇടപെടുമെന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ഏതൊക്കെ പ്രമാണങ്ങളുണ്ടോ ആ പ്രമാണങ്ങൾ മുഴുവനും നിരാകരിക്കുവാൻ, തള്ളിക്കളയാൻ അതുവഴി അവർ നിമിത്തമായി മാറുകയും ചെയ്തു. അങ്ങനെ നൂറുകണക്കായ ഹദീസുകളെ അതിന്റെ പേരിൽ അത്തരം ആളുകൾക്ക് തള്ളേണ്ടി വന്നു. ചേകന്നൂർ മൗലവി സംസം വെള്ളത്തിന് ബറക്കത്തില്ല എന്ന് പറഞ്ഞത്, ഹജറുൽ അസ്വദിന് മഹത്വമില്ല എന്ന് പറഞ്ഞത്, സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞത്, കണ്ണേറ് ബാധിക്കുകയില്ല എന്ന് പറഞ്ഞത്, ജിന്നുബാധ യാഥാർത്ഥ്യമല്ലെന്ന് പറഞ്ഞത്, അജവ കാരക്കക്ക് യാതൊരു മഹത്വമില്ല എന്ന് പറഞ്ഞത്, ഈച്ചയുടെ ഒരു ചിറകിൽ രോഗവും മറുചിറകിൽ ശമനവുമുണ്ട് എന്ന പ്രവാചകൻ പഠിപ്പിച്ച ഹദീസിനെ തള്ളിക്കളഞ്ഞത്, സന്ധ്യാസമയത്ത് പിശാചിന്റെ വ്യാപനമുണ്ട് എന്ന ഹദീസിനെ പരിഹസിച്ചത്, സ്ഥിരപ്പെട്ട പ്രവാചകന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ബറക്കത്തുകളെ നിഷേധിച്ചത്, ബദറിൽ മലക്കുകൾ ഇറങ്ങി എന്നുള്ള വിശുദ്ധ ഖുർആൻ അധ്യാപനത്തെ ദുർവ്യാഖ്യാനിച്ചത് ചില ഉദാഹരണങ്ങൾ മാത്രം. ഇങ്ങനെ നൂറുകണക്കായ വിഷയങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന 1000-ലേറെ വരുന്ന ഹദീസുകളെ തള്ളിക്കൊണ്ടല്ലാതെ അത്തരം ആളുകൾക്ക് അവർ മനസ്സിലാക്കിയ പുതിയ തൗഹീദിനെ അവർക്ക് ന്യായീകരിക്കാൻ, അത് സ്ഥാപിച്ചെടുക്കാൻ സാധ്യമല്ല എന്ന അവസ്ഥയിലേക്ക് എത്തി. അവിടെ മാത്രം കാര്യങ്ങൾ നിന്നില്ല. അവർ അതിന് ശരിച്ചെങ്കിൽ അത് അവർക്കല്ലേ നഷ്ടമെന്ന് വിചാരിക്കാമായിരുന്നു. അതിനപ്പുറത്ത് ഈ ഹദീസുകളെ, ഈ പ്രമാണങ്ങളെ ആരൊക്കെ സ്വീകരിക്കുന്നുവോ അവരെ കുറിച്ചെല്ലാം മോശമായ പ്രചാരണമാണ് പിന്നീട് അടിച്ചുവിട്ടത്. ഈ പ്രമാണങ്ങൾ സ്വീകരിച്ചുവെന്ന ഒറ്റക്കാരണത്താൽ അവർ അന്ധവിശ്വാസികളായി മുദ്രകുത്തി. അവർ ജിന്നുവാദികളാണെന്ന് പറഞ്ഞു, അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു, ജിന്ന് പൂജകന്മാരാണ് എന്ന് പറഞ്ഞു. പുഴക്കടവിലും ആളില്ലാ സ്ഥലത്തുമൊക്കെ അവരുടെ തേട്ടം ജിന്നിനോടാണ് എന്ന ശുദ്ധമായ കളവ് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ അൽഹംദുലില്ലാഹ് ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നു. അവസാനം നവോത്ഥാന ശിയാക്കൾ എന്ന ഒരു പുതിയ ഓമന
ഓലപ്പേര് കൂടി നൽകാൻ പലരും ഇന്നും മടിച്ചില്ല എന്നത് അല്ലാഹു തആല കാണുന്നുവെന്ന സമാധാനം മാത്രമാണ് അതെല്ലാം പിന്നിൽ നമുക്കുള്ളത്. എന്തായിരുന്നാലും റഹ്മാനായ റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകുന്ന ഈ തൗഹീദി കൂട്ടായ്മയെ സംബന്ധിച്ച് രണ്ട് പ്രഖ്യാപനമാണ് നമുക്കുള്ളത്. ഒന്ന്, ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വക്കീൽ. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. ജീവിതത്തിന്റെ ഏതു ഘട്ടത്തിലും തേടാൻ നമുക്ക് അല്ലാഹു തആല മാത്രം. ഒരു സൃഷ്ടിയോടും തേട്ടമില്ല, ഒരു ജിന്നിനോടും തേട്ടമില്ല, ഒരു മലക്കിനോടും തേട്ടമില്ല, ഒരു മഹാനോടും തേട്ടമില്ല, ഒരു വലിയനോടും തേട്ടമില്ല. നമുക്ക് അല്ലാഹ് മതി. ആപത്തിൽ രക്ഷപ്പെടുത്താൻ ഏത് ഘട്ടത്തിൽ സഹായിക്കുവാനും കഴിയുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. അല്ലാഹ് രക്ഷിക്കണേ എന്ന സ്ഥാനത്ത് ജിന്നെ രക്ഷിക്കണേ എന്ന് തേടിയാൽ, മലക്കെ രക്ഷിക്കണേ എന്ന് തേടിയാൽ, ശൈഖെ രക്ഷിക്കണേ എന്ന് തേടിയാൽ, ഏത് പടപ്പിനെ വിളിച്ചു തേടിയാലും അത് ശിർക്ക് തന്നെ എന്ന വിഷയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് യാതൊരു സംശയവുമില്ല എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതാ ജിന്നിനെ വിളിക്കുന്നവരാണ് എന്ന, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന ഈ കളവ് പ്രചരിപ്പിക്കല്ല എന്ന് സ്നേഹബുദ്ധിയ ഉണർത്തുകയാണ്. രണ്ടാമത്തെ പ്രഖ്യാപനം, അല്ലാഹുവും റസൂലും ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും സത്യമാണ്, അതിൽ യാതൊരു സംശയത്തിനും വകയില്ല. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചുവെന്ന ആ പ്രഖ്യാപനമാണ്, കീഴ്വണക്കമാണ്. ഇസ്ലാം എന്നാൽ വിധേയത്വമാണല്ലോ, ഇസ്ലാം എന്നാൽ കീഴ്വണങ്ങലാണല്ലോ. അഹ്ലുസുന്നയുടെ സവിശേഷത അത്തസ്ലീമു വൽ ഇൻഖിയാദു ലിന്നുസൂസി ശർഇയ്യ, ശർഇയ്യായ പ്രമാണങ്ങൾക്ക് പൂർണ്ണമായും കീഴ്പ്പെടുക എന്നാണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടാൽ, റസൂല് പഠിപ്പിച്ചുവെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ചോദ്യമില്ല, പിന്നെ നിഷേധമില്ല, പിന്നെ പരിഹാസമില്ല, പിന്നെ പരീക്ഷിക്കണമെന്ന പരിശോധിക്കണമെന്ന ആ ഒരു ശൈലി പോലുമില്ല. പകരം സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ഈ രണ്ട് പ്രഖ്യാപനങ്ങളാണ് നമുക്ക് എന്നും പ്രഖ്യാപിക്കാനുള്ളത്, ഇന്നും പ്രഖ്യാപിക്കാനുള്ളത്. അത് തന്നെയാണ് ഇൻഷാ അല്ലാഹ് നാളെയും പ്രഖ്യാപിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.